ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 14, 2024 ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്നലെ നടന്ന മൂന്നാം T20 മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 11 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുമ്പിലെത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 6 വിക്കറ്റിന് 219 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 വിക്കറ്റിന് 208 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്ത്യൻ ബാറ്റ്സ്മാൻ തിലക് വർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ ഹൈലൈറ്റ്സ്. 56 പന്തിൽ 107 റൺസാണ് തിലക് വർമ്മ എടുത്തത്. ഇത് 22 വയസ്സുകാരനായ തിലക് വർമ്മയുടെ ആദ്യ സെഞ്ചുറിയാണ്. എല്ലായ്പ്പോഴും 4-ാം നമ്പറിലും 5-ാം നമ്പറിലും ഒക്കെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന തിലക് വർമ്മ ആദ്യമായിട്ടാണ് ഇന്നലെ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തിയത്. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ അവസാന വിക്കറ്റിൽ മാർക്കോ ജാൻസൺ 17 പന്തിൽ 54 റൺസ് എടുത്ത് ഇന്ത്യയെ ഞെട്ടിച്ചെങ്കിലും അവസാന ഓവറിൻ്റെ 3-ാമത്തെ പന്തിൽ ഇന്ത്യൻ പേസ് ബോളർ ഹർഷദീപ് സിംഗ് മാർക്കോ ജാൻസനെ പുറത്താക്കി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഹർഷദീപ് സിംഗ് ഇന്നലെ 3 വിക്കറ്റ് നേടി. ഇതോടെ അദ്ദേഹം 59 മത്സരങ്ങളിൽ 92 വിക്കറ്റ് എന്ന നിലയിലായി. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ പേസ് ബൗളറായി അദ്ദേഹം ഇന്നലെ മാറി. 4-ാമത്തെ T20 മത്സരം നാളെ നടക്കും. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, ഇന്ത്യ 22-ാം തീയതി തുടങ്ങുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ്. അതിനു മുമ്പ് പരിശീലന മത്സരങ്ങളൊന്നും നടക്കില്ല എന്നാണ് ഇന്നലെയൊക്കെ റിപ്പോർട്ട് വന്നതെങ്കിലും ഇന്ത്യയുടെ ടീമംഗങ്ങൾ തമ്മിൽ 2 ടീമായി തിരിഞ്ഞ് അടച്ചിട്ട സ്റ്റേഡിയത്തിൽ വെച്ച് പരിശീലന മത്സരം നടക്കും എന്നാണ് ഇന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ട്. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് ന്യൂസിലാൻഡും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന മത്സരത്തെക്കുറിച്ചാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. അടുത്ത അപ്ഡേറ്റ് രഞ്ജി ട്രോഫിയെക്കുറിച്ചാണ്. കേരളവും ഹരിയാനയും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരം ഇന്നലെ ആരംഭിച്ചു. നിലവിൽ പോയിൻ്റ് ടേബിൾ ഹരിയാന 19 പോയിൻറ്റോടെ 1-ാം സ്ഥാനത്തും കേരളം 15 പോയിൻറ്റോടെ 2-ാം സ്ഥാനത്തും ആണ്. ഇന്നലെ ബാറ്റിംഗ് ആരംഭിച്ച കേരളം കാലാവസ്ഥ പ്രതികൂലമായത് മൂലം കുറച്ച് സമയം മാത്രമേ ബാറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കേരളം 2 വിക്കറ്റിന് 138 റൺസാണ് എടുത്തത്. കേരളത്തിന് വേണ്ടി രോഹൻ കുന്നുമലും അക്ഷയ് ചന്ദ്രനും അർദ്ധ സെഞ്ചുറി നേടി. കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമായും ഇന്നലെ മാറി. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് അപേക്ഷിച്ച് 3 മാറ്റങ്ങളുമായാണ് കേരളം ഈ മത്സരത്തിൽ ഇറങ്ങിയത്. ആദിത്യ സർവത്തെ, വത്സൽ ഗോവിന്ദ്, മുഹമ്മദ് ആസിഫ് എന്നിവർക്ക് പകരം ഷോൺ റോജർ, എൻ ബേസിൽ, MD നിതീഷ് എന്നിവരാണ് ഇന്നലത്തെ മത്സരത്തിൽ ഇറങ്ങിയത്. അതേസമയം ഇന്നലെ ഏറ്റവും വാർത്തകൾ നിറഞ്ഞിരുന്ന മത്സരം ബംഗാളും മധ്യപ്രദേശും തമ്മിലുള്ള മത്സരമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ പേസ് ബോളർ മുഹമ്മദ് ഷാമി 1 വർഷത്തിന് ശേഷം കളിക്കാൻ ഇറങ്ങുന്നു എന്നായിരുന്നു അതിൻ്റെ പ്രത്യേകത. ബംഗാളിന് വേണ്ടിയാണ് അദ്ദേഹം ഇറങ്ങിയത്. 10 ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റൊന്നും അദ്ദേഹത്തിന് ഇന്നലെ കിട്ടിയിട്ടില്ല. അതുപോലെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ 2 റൺസിന് അദ്ദേഹം പുറത്തായി. അദ്ദേഹം ഏറ്റവും അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ് 2023 നവംബറിലാണ് ആയിരുന്നു. ഇപ്പോൾ കൃത്യം 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അതിനുശേഷം ഒരു സർജറിക്ക് വിധേയമായിരുന്നു. കഴിഞ്ഞ IPL-ലും അദ്ദേഹം കളിച്ചിട്ടില്ല. ഓക്കെ, ഇന്നത്തെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.